ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ട് കേൾക്കുന്ന ഒരു തലയുടെ സൂപ്പർ ശില്പമുണ്ട് ഇവിടെ. നമ്മുടെ മിറർ വരും, പിന്നെ അകത്തൊരു ലൈറ്റിൻ്റെ സെറ്റപ്പ് മറ്റെവിടെയും കണ്ടിട്ടില്ലാത്തൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ദുബായിലെ ചൂട് ഒരു പരിധി കുറഞ്ഞിട്ടുണ്ട്. 40-45 ഡിഗ്രിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 25-30 ഡിഗ്രിയോളം താഴ്ന്നിട്ടുണ്ട് ചൂട്. കഴിഞ്ഞ മാസങ്ങളാണ് നമ്മൾ യാത്രകളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചൂട് കുറഞ്ഞപ്പോൾ നമ്മൾ യാത്രകളൊക്കെ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുബായ് DIFC-ലാണ്, ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ മെയിനായിട്ട് കാണാനുള്ള കാഴ്ച സ്കൾപ്ചറൽ ഒരു പാർക്ക് ഉണ്ട്. അതായത് കുറേ ശില്പങ്ങളുടെയൊക്കെ ആർട്ട് വർക്കുകളൊക്കെ നിറഞ്ഞിട്ടുള്ള കുറച്ചൊരു പാർക്ക് പോലത്തെ സെറ്റപ്പ്. പിന്നെ എന്താ പറയുക, കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള കുറച്ച് ഒരു അവന്യൂ ഉണ്ട് ഇവിടെ. ഗേറ്റ് അവന്യൂ എന്നാണ് ഈ ഒരു ഏരിയനെ വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. അപ്പോൾ ഫാൻറ്റസി ജീനയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇങ്ങോട്ട് പറയാനായിട്ട് മെട്രോയിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മെട്രോയിൽ വന്നു കഴിഞ്ഞാൽ റെഡ് ലൈൻ ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ദുബായ് എമിറേറ്റ്സ് ടവർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിൽ ഇറങ്ങുക. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നടക്കാനുള്ള വഴിയുണ്ട്. DIFC എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗേറ്റ് അവന്യൂവിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇതിനകത്തെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് എന്തായാലും നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. സോ ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തിന്റെ ഒരു ഏരിയയിൽ വ്യൂ. ഈ മാർക്ക് ചെയ്ത സ്പോട്ടുകളിലാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇങ്ങോട്ട് പറയാനായിട്ട് എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷന്റെ അവിടെ ഇറങ്ങിയ ശേഷം ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ ഗേപ്പിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് DIFC ബിൽഡിങ്ങിന്റെ അകത്തോട്ട് കയറി ചെല്ലാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രോ ഇറങ്ങിയിട്ട് ഇതിന്റെ മുമ്പിലൂടെ നടന്നു കഴിഞ്ഞാൽ സ്കൾപ്ചർ പാർക്ക് കാണാൻ പറ്റും. അതിന്റെ കൂടെ കയറിയിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. നമ്മൾ ഇതിന്റെ മുമ്പിലൂടെ നടന്നു വന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ട്വിൻ ടവറും ഫ്യൂച്ചർ മ്യൂസിയം എല്ലാം കാണാം. ഫ്രണ്ടിലൂടെ നമുക്ക് പതുക്കെ അകത്തോട്ട് കയറാം. ഈ സ്ഥലത്തെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസ് വഴിയാണ്. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിച്ചേരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പല കാഴ്ചകളും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മളിവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓരോ 2 മാസം കൂടുമ്പോൾ ഇവിടുത്തെ പല പല ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത മാസം വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമ്മളങ്ങനെ അകത്തേക്ക് നടക്കുകയാണ്. ഗേറ്റ് അവന്യൂ, ഗേറ്റ് വില്ലേജ് എന്നൊക്കെയാണ് ഈ ഒരു ഏരിയയെ വിളിക്കുന്ന പേര്. പടി കയറുന്ന മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാം. എന്താണ് സംഭവം എന്ന് അറിയില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നടക്കാനുള്ള ഒരു പാത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ചുറ്റിലും ഒരു ഇരുമ്പ് കൂടങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശില്പം, ഒരു വെറൈറ്റി സംഭവമായിട്ടുണ്ട്. ഫോട്ടോഗ്രാഫൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോകളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള പല സെറ്റപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളങ്ങനെ നടന്ന് ഇവിടെ ചെറിയൊരു സൺഷെയ്ഡിനെ നെറ്റൊക്കെ വലിച്ചു വിട്ടിട്ടുള്ള ഒരു സ്പോട്ടിലെത്തി. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലെങ്കിലും ഇത് ചെയ്തിരിക്കുന്ന രീതി നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ സൺഷെയ്ഡിൻ്റെ ഗ്യാപ്പിലൂടെ വരുന്ന സൺലൈറ്റ് ഒക്കെ പ്രത്യേക ഒരു ഡിസൈനിലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫോട്ടോഗ്രാഫിക്ക് പറ്റത്തില്ല. കിഡിലാൻ സ്പോട്ടാണ്. സൈഡിലായിട്ട് ലക്ഷറീസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്കൾപ്ചറും കാണാം. ടേൽസ് അണ്ടർ ദി ഗേറ്റ് എന്നാണ് ഈ ഒരു ശില്പത്തിൻ്റെ പേര്. നല്ല വെളുത്ത കളറുള്ള ഒരു ശില്പം. ഇതിലൂടെ എസ്കലേറ്റർ ഇറങ്ങി കഴിഞ്ഞാൽ DIFCയുടെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. അകത്ത് ധാരാളം ബിസിനസ് പരമായിട്ടുള്ള ഓഫീസുകളും കഫേകളും റെസ്റ്റോറൻറ്റ്സുകളൊക്കെ ഉണ്ട്. ദുബായിൽ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്ന ആൾക്കാർ അവരുടെ ബിസിനസ് സെറ്റപ്പ് അതുപോലെ തന്നെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ട് കേൾക്കുന്ന ഒരു തലയുടെ സൂപ്പർ ശില്പമുണ്ട് ഇവിടെ. നമുക്ക് എന്തായാലും 360 ഡിഗ്രിയിൽ നിന്ന് നോക്കാം. ഗേറ്റ് അവന്യൂ എന്നാണ് ഈ സ്പോട്ടിൻ്റെ പേര് ഒരു ഇട്ടിട്ടുള്ളത്. ആ പേര് വളരെ ആപ്റ്റാണ്. കാരണം ഇവിടെ കാണാനുള്ള കാഴ്ചകളേക്കാളും കൂടുതൽ നല്ല മനോഹരമായിട്ട് വൃത്തിക്കും വെടിപ്പിന് ഇട്ടിട്ടുള്ള ഒരുപാട് നടപ്പാതകൾ നമുക്ക് കാണാം. ഒരുപാട് ഇടവഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതൊന്ന് വമ്പൻ ബിസിനസ്സുകാരായിട്ട് ആൾക്കാർക്കൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഏരിയ ആണെന്നാണ് തോന്നുന്നത്. കാരണം പുറത്തുനിന്നുള്ള ഒരു ടൂറിസ്റ്റുകൾ നമുക്കിവിടെ കാണാനില്ല. ആകെ നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ ഫുള്ള് ഗ്രീനറി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് കാണാം. പക്ഷേ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈവനിങ് ഒക്കെ ആയിരിക്കും തുറക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ആംബിയൻസാണ് നമുക്ക് മെയിനായിട്ടൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഫുള്ള് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ചെറിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീനറി ആയിട്ടുള്ള ഒരു ആംബിയൻസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ എൻട്രൻസിൽ തന്നെ.
ഓഹ് ഒരു രക്ഷയില്ലേട്ടാ, അടാറ് സ്ഥലം. നമ്മളവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, അതുകൊണ്ടാണ് ഈ സ്ഥലത്തിനെ കുറിച്ച് വലിയൊരു ധാരണ ഒന്നുമില്ല. കാണുന്ന ഇടവഴിയിലൂടെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന് മാത്രം. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ ഒരു വലിയൊരു തൂക്കുവിളക്കിൻ്റെ അടിയിലെത്തി. ഇത് ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടൊരു സംഭവമാണ്. സീനത്ത് 84 ലൈറ്റ് ചാനലർ എന്നാണ് ഇതിൻ്റെ പേര് ഇട്ടിട്ടുള്ളത്. മറ്റെവിടെയും കണ്ടിട്ടില്ലാത്തൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. ഇത് സ്കാൻ ചെയ്ത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടും. നമ്മളിതിന് ചുറ്റും കിടന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ മിറർ വരും, പിന്നെ അകത്തൊരു ലൈറ്റിൻ്റെ സെറ്റപ്പ് റേറ്റ് സാധനം. ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് ഇടവഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ യാത്ര തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനിയും ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ആരും കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ശരിക്കും ഒരു വെറൈറ്റി സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു പുള്ളി പോസ്റ്റ് ഇട്ട് കണ്ടപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ സ്പോട്ട് ഇവിടെ ഉള്ള കാര്യം നമ്മൾ അറിഞ്ഞത്. അപ്പോൾ DIFCയിലെ കിട്ടെല്ലാം കാഴ്ചകളാണ് കേസ് നിങ്ങൾ ഇത്ര കണ്ടുകൊണ്ടിരുന്നത്. DIFCയിലെ ഗേറ്റ് അവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്പോട്ടിലെ പ്രതികാരം കാണാത്ത സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്തത്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റില്ല, റിലാക്സ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകൾ. ഇപ്പോൾ ദുബായിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരിക. ഇതുപോലെ വ്യത്യസ്തമായിട്ട് കാഴ്ചയിലേക്ക് നമ്മൾ അടുത്തൊരു മനോഹരമായ എപ്പിസോഡ് വരും. അതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി.